ആദ്യമായിട്ടാണ് ഞാൻ ഈ പ്രെയർ ലൈൻ ഞങ്ങൾ കയറുന്നത്. പാസ്റ്റർ ജോൺ ഐസക് പറഞ്ഞതനുസരിച്ചാണ് ഇങ്ങനെ ഒരു പ്രെയർ ലൈൻ ഉണ്ടെന്ന് അറിയുവാനും ഇതിൽ ജോയിൻ ചെയ്യുവാനും കർത്താവിന്റെ ദാസന്റെ പ്രേരണയാണ്. ഇത്രയും പ്രിയപ്പെട്ടവരെ എനിക്ക് കാണുവാൻ അവിടുന്ന് ഇടയായി. ഞാൻ നോക്കിയത് 33 പേര് ഇതിനകത്ത് കയറിയിട്ടുണ്ട്. വളരെ സന്തോഷം. കുവൈറ്റിൽ നിന്നൊരു സഹോദരൻ കയറിയത് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നു. വളരെ പ്രഭാവം അവിടെ കുവൈറ്റിൽ. പ്രിയപ്പെട്ടവരെ, വളരെ തീഷ്ണതയോടെ എരിവോടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വന്ന നിങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കും. നിങ്ങളുടെ ഈ പ്രവൃത്തിയെ ദൈവം എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും എന്നുള്ള കർത്താവിന്റെ വചനപ്രകാരം നിങ്ങളെയൊക്കെയും ദൈവം മാനിക്കും. ദൈവം നിങ്ങളെ വാസ്തവമായി അനുഗ്രഹിക്കട്ടെ. എനിക്ക് 30 മിനിറ്റ്സ് തന്നിട്ടുണ്ട്. അതിനകം ഞാൻ സംസാരിച്ച് നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. അതുകൊണ്ട് എൻ്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ, എൻ്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ, ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പീൻ. പ്രിയമുള്ളവരെ, നമുക്ക് സുപരിചിതമായ റഫറൻസ് പറഞ്ഞാൽ മതി, ഇവിടെ ഞങ്ങൾ വായിക്കാം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. അതുകൊണ്ട് എൻ്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ, എൻ്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ, ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പീൻ. പ്രിയമുള്ളവരെ, അതുകൊണ്ടെന്നുള്ളത് 3-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിലനിൽക്കണം. അതുകൊണ്ടുള്ളത് അത് ഞാൻ പറയാൻ പോകുന്നത്. ഇതിനകത്ത് എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ച ഒരു കാര്യം, ഈ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയിലുള്ള സഹോദരന്മാരെ പറ്റി പറയുന്നത്, എൻ്റെ പ്രിയരും വാഞ്ചിതരും എൻ്റെ സന്തോഷവും എൻ്റെ കിരീടവുമാണ് അവർ. ഒരു കർത്താവിന്റെ ദാസൻ താൻ സ്ഥാപിച്ചതായ സഭയിൽ ശുശ്രൂഷിച്ച സഭയെ പറ്റി താൻ പറയുന്നത് ഇങ്ങനെയാണ്: ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പാസ്റ്റർ ആൻഡ് ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്, ദാറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. നമ്മളെ ശുശ്രൂഷിക്കുന്ന കർത്തദാസന്മാരും നമ്മളുമായിട്ടുള്ള ബന്ധം ഇതാണ് അത് കാണിക്കുന്നത്. എൻ്റെ പ്രിയര്, എൻ്റെ വാഞ്ചിതര്, എൻ്റെ കിരീടം, they are the crown of my life. Oh, the believers are the crown of the life of the pastor. അത് അത്ഭുതമല്ലേ? കർത്താവിന്റെ ദാസൻ പറയുന്നത്. സോ അങ്ങനെയുള്ളവരോട് പറയുക, സ്റ്റാൻഡ് ഫേം ഇൻ ദ ലോർഡ്. ക്രിസ്തുവിൽ നിലനിൽപ്പിന്. പ്രൈസ് ഗോഡ്. ഈ രാത്രികാലം, ഈ രാവിലെ സമയം, ഞങ്ങളുടെ ഇവിടെ രാത്രിയാണ്, രാവിലെ സമയം എനിക്ക് നിങ്ങളെ ഉത്ബോധിപ്പിക്കുവാനുള്ളത്, സ്റ്റാൻഡ് ഫേം ഇൻ ദ ലോർഡ്. എന്തുകൊണ്ട് നമ്മൾ ഫേമായിട്ട് നിൽക്കണം എന്നുള്ളതാ ഞാൻ പറയാൻ പോകുന്നത് അടുത്തത്. അപ്പോസ്തലനായ പൗലോസ് AD 53 ഫിലിപ്പിയ സഭ ഫോം ചെയ്യുന്നത്. ഇതിപ്പോ AD 64 11 വർഷം കഴിഞ്ഞു. എന്നിട്ടും ആ സഭയോടുള്ള തന്റെ സ്നേഹം, 10-11 വർഷം കഴിഞ്ഞിട്ടും ആ വിശ്വാസികളെ പറ്റിയുള്ള തന്റെ സ്നേഹം, ആ വിശ്വാസികളും വളരെ കൺസേൺ ആയിരുന്നു ഈ പൗലോസിനോട്. ഈ 4-ാം അധ്യായം വായിക്കുമ്പോഴറിയാം, തന്റെ ബുദ്ധിമുട്ടൊക്കെയും ഈ തീർത്തു കൊടുത്തതായ ഒരു സഹോദരങ്ങളാണ് ഈ ഫിലിപ്പിയ സഭയിലുള്ളത്. നമുക്കറിയാമല്ലോ ഫിലിപ്പിയ സഭ എങ്ങനെയാ ഫോമായെന്ന്. പൗലോസ് അപ്പോസ്തലനും ശീലാസും ഫിലിപ്പിയയിൽ പോയി കർത്താവിന്റെ നാമത്തിന് വേണ്ടി പ്രവർത്തിച്ച് ആദ്യമായിട്ട് ലുദിയ എന്ന സഹോദരി ആ വിശ്വാസത്തിലേക്ക് വന്നത്. അതിനുശേഷം വെളിച്ചപ്പാടത്തിയായ ഒരു പെൺകുട്ടിയെ അവിടെ യജമാനന്മാർക്ക് വലിയ ലാഭം ഉണ്ടാക്കിക്കൊടുത്ത പെൺകുട്ടിയുടെ പിശാചിനെ മാറ്റിയപ്പോൾ അവരുടെ ലാഭം പോയി എന്ന് കണ്ട് ഈ കർത്താവിന്റെ ദാസന്മാരെ കണ്ണവാരെ ഉപദ്രവിച്ച് ജയിലിലാക്കി. അവരുടെ ശരീരം മുഴുവൻ രക്തം ഒലിച്ചുകൊണ്ടിരിക്കുക. അവരെ ബന്ധനത്തിലാക്കി, കാരാഗ്രഹത്തിൽ അടച്ചു. അവിടെ വെച്ചും വേദനയിലും ഒരു പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകി. നീ ദൈവത്തെ ഏത് പ്രതികൂല സാഹചര്യത്തിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകും. പ്രിയപ്പെട്ടവരെ, കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകി. അവരുടെ ചങ്ങലകൾ അവർ പുറത്തു വന്നു. കാരാഗ്രഹ പ്രമാണി മാനസാന്തരപ്പെട്ടു.
അവരുടെ കൈകാലുകളെ കഴുകി അവരെ ബന്ധനത്തിൽ നിന്ന് പിടിപ്പിച്ച് അന്ന് രാത്രി തന്നെ ആ കുടുംബം രക്ഷയിലേക്ക് കടന്നു വന്ന് സ്നാനപ്പെട്ടു. അങ്ങനെയായി ഈ ഫിലിപ്പിയ സഭ ആരംഭിച്ചത്. തീയിൽ കുരുത്ത ഒരു സഭയാണ് പ്രിയപ്പെട്ടവരെ. ഹാലലി ദൈവം അത്ഭുതകരമായി തന്റെ മക്കളെ വിടിവിച്ച് ഫോം ചെയ്ത ഒരു സഭയാ ഫിലിപ്പിയ സഭ. ആ സഭയിലെ വിശ്വാസികൾ എപ്പോഴും അപ്പോസ്തലനായ പൗലോസിന് ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്നു. അവരോട് പറയുക, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ. ഈ നാളുകൾ നമ്മുടെ ജീവിതത്തിൽ അതാണ് ആവശ്യം. പലവിധമായ പ്രതികൂലങ്ങൾ കടന്നു വരുന്നെങ്കിലും പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ. സ്റ്റാൻഡ് ഫേം ഇൻ ദ ഫെയ്ത്ത്. എന്തെല്ലാം വന്നാലും വിശ്വാസത്തിന് പുറകോട്ട് പോകാതെ വിശ്വാസത്തിൽ നിലനിൽപ്പീൻ. അതിന്റെ 3-ാം അധ്യായം നമുക്ക് തുടങ്ങാം. ഒടുവിൽ എന്റെ സഹോദരന്മാരെ സന്തോഷിപ്പീൻ. അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല. നിങ്ങൾക്കത് ഉറപ്പാകുന്നു. ഒരു ദൈവവേദൽ, ഇത് അപ്പോസ്തലനായ പൗലോസ് റോമൻ കാരാഗ്രഹത്തിൽ കിടക്കുക. ഈ ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം കാരാഗ്രഹത്തിൽ ബന്ധനസ്ഥനായി കിടക്കുക. അദ്ദേഹം പറയുക, കർത്താവിൽ സന്തോഷിപ്പീൻ. ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ ഏതൊരവസ്ഥയിലും നിന്നെ വിളിച്ചിരിക്കുമ്പോൾ നിനക്കൊരു പ്രത്യാശയുണ്ട്. നിനക്ക് ഭാവിയിൽ വരുവാകുന്ന പ്രത്യാശയോർത്ത് നിന്റെ കഷ്ടങ്ങളിലും ഭാരങ്ങളിലും പ്രശ്നങ്ങളുടെ നടുവിൽ ഉപദ്രവങ്ങളുടെ നടുവിലും ദൈവത്തിലേക്ക് നമുക്ക് സന്തോഷിക്കണം. അപ്പോസ്തലനായ പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്ന് പറയാ, പിന്നെയും ഞാൻ നിങ്ങൾ സന്തോഷിപ്പീൻ. ഈ സന്തോഷിച്ചാൽ ഒരു ഗുണമുണ്ട്, അറിയാമോ? ഹല്ലേലൂയ. ശലോമോൻ പറയുന്നുണ്ട് ഒരു കാര്യം. ശലോമോൻ പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രോവർബ്സ് 17-ാം അധ്യായം 22-ാം വാക്യത്തിൽ, എ ജോയ്ഫുൾ ഹാർട്ട് ഈസ് എ ഗുഡ് മെഡിസിൻ. സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാവുന്നു. നല്ലൊരു ഔഷധമാണ്. ദൈവമക്കൾ ഏത് പ്രതിസന്ധിയിലും സന്തോഷിക്കുകയാണ്. ഇറ്റ്സ് എ ഗുഡ് മെഡിസിൻ. അന്ന് ശലോമോൻ എഴുതുമ്പോൾ സയന്റിഫിക്കലി അത് പ്രൂവൺ ആയിരുന്നില്ല. എന്നാൽ ലേറ്റർ സ്റ്റേജ് ഇറ്റ് ഈസ് പ്രൂവൺ സയന്റിഫിക്കലി. നമ്മളെ സന്തോഷിക്കുമ്പോൾ എൻഡോർഫിൻ എന്നുള്ള ഒരു വൈറ്റമിൻ ഫോം അവിടെ ബ്രെയിൻ കെമിസ്ട്രിയിൽ ഫോം ആവും. എൻഡോർഫിൻ. when you are laughing, when you are in a joyful mood, this vitamin endorphin is formed in your brain. അത് ശരീരത്തിന് വളരെ നല്ലതാണ്. ഒരു ദൈവത്തിന്റെ അതാണ് ശലോമോൻ പറയുന്നത്, a joyful heart is a good medicine. Yes. തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു. Praise God. ഒരു ദൈവവൈതൽ അവന്റെ ജീവിതത്തിന്റെ ഏതൊരു വഴിയിലും കർത്താവിൽ നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നീ സന്തോഷവാനായിരിക്കും. ഏത് പ്രതിസന്ധിയിലും നീ സന്തോഷവാനായിരിക്കും. അടുത്തത്, നായ്ക്കളെ സൂക്ഷിക്കണം. കർത്താവിൽ നിലനിൽക്കണമെങ്കിൽ നായ്ക്കളെ സൂക്ഷിക്കണം. പുസ്തകം 56-ന്റെ 10-ഉം 11-ലും യെശയ്യാവ് പറയുന്നുണ്ട് ഈ നായ്ക്കൾ ആരാണ്. അതിന് അവരെന്തത് നായ്ക്കൾ എന്ന് പറഞ്ഞാൽ ആകാത്ത വേലക്കാർ. ഈ ദിവസങ്ങളിൽ ഒത്തിരി നായ്ക്കൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ബിവെയർ ഓഫ് ഡോഗ്സ്, ഈ വീട്ടിന്റെ മുമ്പിൽ എഴുതി വെച്ചിട്ടില്ലയോ, ബിവെയർ ഓഫ് ഡോഗ്സ്. അതുപോലെ പട്ടികളെ സൂക്ഷിക്കുക, നായ്ക്കളെ സൂക്ഷിക്കുക, കള്ള വർക്കേഴ്സിനെ സൂക്ഷിക്കുക. അവര് നിങ്ങളെ പ്രലോഭിപ്പിച്ച് നിന്റെ വിശ്വാസത്തിൽ നിന്നെ പുറകോട്ട് വലിക്കുവാൻ ശ്രമിക്കുമ്പോൾ, ഞാനിപ്പം യെശയ്യാപ്രവചന പുസ്തകം വായിക്കുന്ന സമയമില്ല നമുക്ക്, അത് വായിച്ചു. ഈ നായ്ക്കൾ ഒരിക്കലും തൃപ്തിപ്പെടാത്ത കൊതിയന്മാർ തന്നെ, ഈ ഇടയന്മാരെ സൂക്ഷിക്കാൻ അറിയാത്തവർ. അവരെല്ലാവരും ഒട്ടൊഴിയാതെ താന്താന്റെ വഴിക്ക് ഓരോരുത്തരും താന്താന്റെ ലാഭത്തിനും തിരിഞ്ഞിരിക്കുന്നു. ഈ നായ്ക്കളുണ്ടല്ലോ നല്ല ദൈവമക്കളെ കടിക്കും, അവരെ ഉപദ്രവിക്കും, അവർക്ക് അഗെയിൻസ്റ്റ് ബാർക്ക് ചെയ്യും, കുരയ്ക്കും. അവരെ പറ്റി അവവാദം പറഞ്ഞുണ്ടാക്കും, അവരെ പറ്റി പല കാര്യങ്ങളും പറഞ്ഞു ഒപ്പിക്കും. സോ അതുകൊണ്ട് പറയാം, ബിവെയർ ഓഫ് ദിസ് ഡോഗ്സ്. നീ കർത്താവിൽ നിലനിൽക്കണമെങ്കിൽ ബിവെയർ ഓഫ് ദിസ് ഡോഗ്സ്. നമ്മൾ തിരിച്ചറിയണം.
നമുക്കൊരു ഡിസേണിങ് സ്പിരിറ്റ് ഉണ്ടാകണം. യവൻ നല്ല ദൈവദാസനാണോ ആകാത്തവനാണോ? ഒത്തിരി അവൻ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ. നീ വിശ്വാസം നിലനിൽക്കണമെങ്കിൽ beware of these dogs. ഓക്കെ, അടുത്തത് പൗലോസ് പറയുന്നത് ലാഭമായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു. അതിനെ പറ്റി പലതും ജഡത്തിൽ പ്രശംസിക്കാൻ ഒത്തിരി ഉണ്ടായിരുന്നു. എന്നാ അതിന് 7-ാം വാക്യത്തിൽ പറയുന്നത്, പറഞ്ഞു ഒന്ന് വായിച്ചാട്ടെ. എങ്കിലും എനിക്ക് ലാഭമായിരുന്നൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എന്നെണ്ണിയിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ നാളുകളിൽ നിനക്ക് ലാഭമായിരുന്നൊക്കെ പലതുണ്ട്. അത് ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണി. വിശ്വാസത്തിൽ നിലനിൽക്കണമെങ്കിൽ നിനക്ക് കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് നീ മടങ്ങിപ്പോകരുത്. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ സംഭവിച്ചാതാ. 430 വർഷം ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് അവരായിരുന്നു. ഒരു രാത്രി കൊണ്ട് അവരെ അവിടെ നിന്ന് കർത്താവ് വിടുവിച്ച് പുറത്തു കൊണ്ടുവന്നു. 40 വർഷക്കാലം കർത്താവ് ഒരു രാത്രി കൊണ്ട് ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നെങ്കിലും 40 വർഷവും ഫറവോൻ അവരുടെ ഹൃദയത്തിൽ നിന്ന് പോയില്ല. ഈജിപ്റ്റ് അവരുടെ ഹൃദയത്തിൽ നിന്ന് പോയില്ല. ഈജിപ്തില അവരെപ്പോഴും അവരുടെ ഹൃദയം ഈജിപ്തില. ഓ ഹല്ലേലൂയ. പൗലോസ് പറയുന്നത് എനിക്ക് ലാഭമായിരുന്നു ഒക്കെയും ഞാനെല്ലാം ഛേദമെന്നെണ്ണിയിരിക്കുന്നു. അടുത്ത വാക്യത്തിൽ അത്രയുമല്ല, എന്റെ കർത്താവായ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാന ശേഷ നിമിത്തം ഇപ്പോഴും ഞാനത് എണ്ണുന്നു. എല്ലാം ഛേദമെന്ന്. പ്രൈസ് ഗോഡ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ലാഭങ്ങളൊക്കെയും യേശുവിന്റെ സ്നേഹത്തെ തുലനം ചെയ്യുമ്പോൾ അതൊക്കെ ഛേദമാണ് പ്രിയപ്പെട്ടവരെ. ഐ കൺസിഡർ ആസ് ഡങ്സ്. പ്രൈസ് ഗോഡ്. ലാഭമായിരുന്നൊക്കെയും ഛേദം. 11-ാം വാക്യം എനിക്ക് ധൃതിയായിട്ട് ഞാൻ പോവുകയാണ്. അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ നിന്ന് പുനരുദ്ധാനം പ്രാപിക്കണം എന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ എന്നെണ്ണുന്നു. പ്രിയപ്പെട്ടവരെ, പൗലോസൂടെ പറയുകയാണ്, അറ്റ് എനി കോസ്റ്റ് ഐ വാണ്ട് ടു അറ്റൈൻ ദ റിസറക്ഷൻ ഫ്രം ദ ഡെഡ്. എന്ത് സഹിച്ചാലും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം എനിക്ക് പ്രാപിക്കണം. At any cost I want to attain the resurrection from the dead. ഇതാരാ പറയുന്നത്? പൗലോസാ പറയുന്നത്. ആമേൻ. പൗലോസാ പറയുന്നത്, എനിക്ക് എങ്ങനെങ്കിലും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിന്റെ 15-ഉം 16-ഉം വാക്യത്തിൽ ഇങ്ങനെ വായിക്കും, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തുവിൽ മരിക്കുന്നവർ ആരാ? ക്രിസ്തുവിൽ ജീവിക്കുന്നവർ. ക്രിസ്തുവിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ 1-ാം പുനരുത്ഥാനത്തിൽ ഉയർത്തെഴുന്നേൽക്കുവാൻ കഴിയുള്ളൂ. കർത്താവിന്റെ കാഹളത്തിങ്കൽ ഉയർത്തെഴുന്നേൽക്കുന്ന ക്രിസ്തുവിൽ മരിച്ചവരാണ്. ക്രിസ്തുവിൽ മരിച്ചവർ ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചവർ, ക്രിസ്തുവിനെ പോലെ ജീവിച്ചവർ, വിശുദ്ധിയോടെ ജീവിച്ചവർ, വേർപാടോടെ ജീവിച്ചവർ, കർത്താവ് കാണിച്ച മാതൃപ്രകാരം ജീവിച്ചവർ. എല്ലാവരും അല്ല. ഇപ്പൊ നമ്മള് ഈ ശവസംസ്കാര ശുശ്രൂഷ പോകും കാണുമല്ലോ, ഓ ഇതൊക്കെ പറയാറുണ്ടല്ല, കള്ളുകുടിച്ച് നടക്കുമായിരുന്നു. ക്രിസ്തുവിൽ മരിക്കുന്നവൻ ക്രിസ്തുവിൽ ജീവിക്കുന്നവനാ. പ്രൈസ് ഗോഡ്. ക്രിസ്തുവിൽ ജീവിക്കുന്നവന് മാത്രമേ ക്രിസ്തുവിൽ മരിക്കുവാൻ കഴിയുള്ളൂ. പ്രൈസ് ഗോഡ്. Our life should be compatible with the life of Jesus. Our talk will be compatible with the talk of Jesus. നമ്മുടെ സംസാരം യേശുവിന്റെ സംസാരത്തോട് ഒത്തുള്ളതായിരിക്കണം. നമ്മുടെ ജീവിതം യേശുവിന്റെ ജീവിതത്തോട് ഒപ്പിച്ചുള്ള ജീവിതമായിരിക്കണം. എങ്കിലേ നീ ക്രിസ്തുവിൽ ജീവിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ നീ ക്രിസ്തുവിലല്ല ജീവിക്കുന്നത്. പ്രൈസ് ഗോഡ്. അപ്പോസ്തലനായ പൗലോസ് പറയുക, വല്ല വിധേന എനിക്ക്
വല്ലവിധേന എനിക്ക് മരിച്ചു കിടന്ന് പുനരുത്ഥാനം പ്രാപിക്കണം. അപ്പോസ്തലനായ പൗലോസിനെ പോലെ ഇത്ര വലിയൊരു ദൈവത്തിന്റെ ദാസൻ പറയുക, വല്ലവിധേനയും at any cost I want to attain the resurrection from the dead. നമ്മുടെ ഉദ്ദേശം അതായി. എങ്ങനെ യുദ്ധലൊക്കത്തിലെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധിയോട് നിർമ്മലതയോട് നാഥൻ കാണിച്ച മാതൃപ്രകാരം ജീവിച്ചെങ്കിൽ മാത്രമേ നീ കർത്താവിൽ മരിക്കാനൊക്കത്തുള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളെ പല സമയങ്ങളിൽ വിളിച്ച് വേർതിരിച്ച് അവന്റെ സാക്ഷികളാക്കി മാറ്റിയത് അവന് വേണ്ടി നിൽക്കുവാനാണ്. അവൻ മാതൃ കാണിച്ചു തന്നേച്ച് പോയിട്ടുണ്ട്. അവന്റെ മാതൃപ്രകാരം ജീവിപ്പാനാണ് കർത്താവ് നമ്മളെ വിളിച്ചത്. നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കുവാനല്ല. അവൻ കാണിച്ച മാതൃപ്രകാരം ജീവിച്ചില്ല എങ്കിൽ we will be left behind. നമ്മൾ നഷ്ടപ്പെട്ടു പോകും. ഹല്ലേലൂയ. അതാ പൗലോസ് പറയുന്നത്. വിശ്വാസത്തിൽ നിൽക്കാൻ പറയുന്ന മെയിൻ കാരണം അതാ. വല്ലവിധേനയും ഹല്ലേലൂയ മരിച്ചവരുടെ പുനരുത്ഥാനം എനിക്ക് പ്രാപിക്കണം. നമ്മുടെ ഓരോരുത്തരുടെ ഉദ്ദേശം അതായിരിക്കണം. വല്ലവിധേനയും പ്രൈസ് ഗോഡ്. ഈ രാവിലെ സമയം എനിക്ക് നിങ്ങളെ ഉത്ബോധിപ്പിക്കുവാനുള്ളത്, കർത്താവിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു, കർത്താവിന് വേണ്ടി നിലനിൽക്കുന്ന ദൈവവേദനെ വല്ലവിധേനയും എനിക്ക് മരിച്ചവരുടെ പുനരുത്ഥാനം പ്രാപിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ ഓടുന്നത്. പ്രൈസ് ഗോഡ്. 12-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത്, ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായോ എന്നോ അല്ല, ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെടേണ്ടതിന് എനിക്കത് പിടിക്കാമോ ചോടുന്നതേ ഉള്ളൂ. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ പിടിച്ചിട്ടില്ല. ഓ ഹല്ലേലൂയ. എനിക്കത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ പിന്തുടരുന്നേ ഉള്ളൂ. അതിനുവേണ്ടി അവൻ ഓടുകയാണ്. എനിക്കത് പിടിക്കാമോ എന്ന് വിചാരിച്ചവൻ ഓടുകയാണ്. അടുത്ത വാക്യം, ഒന്ന് ഞാൻ ചെയ്യുന്നു. ഒന്ന് വായിച്ചേ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. ഒന്ന് ഞാൻ ചെയ്യുന്നു, കഴിഞ്ഞകാല ജീവിതാനുഭവങ്ങളെ ഞാൻ പൂർണ്ണമായി മറന്നു. പിൻപിലുള്ളത് ഞാൻ മറന്നു, മുൻപിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ബിരുദിനു വേണ്ടി ഞാൻ ഓടുകയാണ്. ബിരുദിനു വേണ്ടി ഓടുന്ന ഒരു ദൈവത്തിന് വഴി വെച്ച് അവന്റെ ഓട്ടം നിർത്തത്തില്ല. ബിരുദടുക്കുന്നോറും ഓട്ടത്തിന് ഫാസ്റ്റ് കൂടും, ഓട്ടത്തിന് സ്പീഡ് കൂടും. നിന്റെ ബിരുദം പ്രാപിക്കണം. നിന്റെ ബിരുദം തെറ്റിക്കുവാൻ പലരും നിന്റെ ജീവിതത്തിൽ കടന്നു വരും. വിശ്വാസത്തിൽ നിലനിൽക്കുക, വിശ്വാസത്തിൽ നിലനിൽക്കുക. നിന്റെ ബിരുദിനെ തെറ്റിക്കുവാൻ, നിന്റെ ഓട്ടത്തെ തെറ്റിക്കുവാൻ, നിന്റെ അട്രാക്ഷനെ തെറ്റിക്കുവാൻ, നിന്റെ ഫോക്കസിനെ തെറ്റിക്കുവാൻ നിന്റെ ജീവിതത്തിൽ പലതും കടന്നു വരും. എങ്കിലും നിന്റെ ഒരേ ഒരു ഗോളുണ്ട്, എന്റെ ബിരുദം എനിക്ക് പ്രാപിക്കണം. ബിരുദ് അടുക്കുന്തോറും സ്പീഡ് കൂടി തരും. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, പതുക്കെ ഓടി ബിരുദ് പ്രാപിക്കുന്ന അവസരം വരുമ്പോൾ അവര് സകലത് വഹിച്ചോടുന്നത് പോലെ ഈ നാളുകളിൽ നമ്മുടെ ഓട്ടം ആ ബിരുദ് പ്രാപിക്കണം നെട്ടോട്ടമായിരിക്കണം. അതിന് പിറകോട്ട് വലിക്കുന്ന ഒരു ശക്തിക്കും കാണാതെ വണ്ണം നമ്മുടെ ജീവിതത്തെ നമ്മൾ സൂക്ഷിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പിന്നെ പറയുന്നു 18-ാം വാക്യത്തില്, ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേക ക്രിസ്തുവിന്റെ ക്രൂശത്രുക്കളായി നടക്കുന്നു ഇപ്പോൾ കരഞ്ഞും കൊണ്ട് ഞാൻ പറയുന്നു, അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. നമ്മളെ ചുറ്റുപാടും നോക്കുമ്പോൾ അനേക വിധത്തിലാണ്.
അനേക ജീവിതങ്ങൾ ഈ വിധത്തിലുള്ളവരെ പലരെയും നമുക്ക് കാണാം. പക്ഷെ നിന്റെ ലാക്ക് തെറ്റാതെ വേണം. നിന്റെ ലാക്ക് തെറ്റാതെ അവസാനത്തോളം വിരുന്ന് പ്രാപിക്കുവാനായി ഓടണം. അതാ പൗലോസ് താൻ മരിക്കുന്നു പറയുന്നത്, ഞാൻ നല്ല പോർ പൊരുത് ഓട്ടം തികച്ചു. വിശ്വാസം കാത്തു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ വിരുന്ന് തെറ്റരുത്. അനേകരിക്കല് ഉള്ളവര് വിശ്വാസ ഗോളത്തിൽ നടക്കുന്നുണ്ട്. അവരെ ഒന്നും നിങ്ങൾ മാതൃകയാക്കരുത്. പൗലോസ് പറയുന്നത്, നിങ്ങൾ അതിന്റെ 17 വാക്യം, സഹോദരന്മാരെ നിങ്ങൾ എല്ലാവരും എന്നെ അനുകരിപ്പീൻ, ഞങ്ങൾ മാതൃക പ്രകാരം നടക്കുന്നവരെയും കുറികൊള്ളുകയും. ഈ മറ്റവന്മാരെ നോക്കാനല്ല, ഹല്ലേലൂയ, മാതൃക കാണിച്ചവരെ നോക്കണം നമ്മൾ. നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ നാഥനെ നോക്കി ഈ എബ്രായർ 12-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ സകല ഭാരം മുറുകെ പറ്റുന്ന പാവം ഇട്ട് നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഓട്ട് സ്ഥിരതയോടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കുക. നോക്കാമെങ്കിലാണ് ബിരുദരുവാൻ അവിടെ നിൽപ്പുണ്ട്. ഹല്ലേലൂയ, നമുക്ക് പ്രതിഫലം തരുവാൻ ഒരുവൻ അവിടെ നിൽപ്പുണ്ട്. നീ ഓട്ടത്തിൽ ക്ഷീണി അവനെ നോക്കിക്കൊണ്ട് നമുക്ക് ഓടാം. പ്രിയപ്പെട്ടവരെ, അവിടെ എത്തും വരെയും വിഘ്നം കൂടാതെ വിശ്വാസത്തിന്റെ ഓട്ടത്തിൽ കോടി ബിരുദം പ്രാപിക്കാം. പ്രൈസ് ഗോഡ്. പിന്നെ 20-ാം വാക്യത്തിൽ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകും. അവിടെ കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ ജന്മന റോമ പൗരനാണ്. അന്നത്തെ കാലത്ത് റോമ പൗരത്വം that is the number one citizenship in the whole world. റോമ പൗരത്വം തനിക്കിപ്പില്ല. ഹല്ലേലൂയ, ചപ്പ ചവറാണ്. നമ്മുടെ പൗരത്വം ഇവിടെയല്ല, നമ്മൾ അന്യരാണ്, പരദേശികളാണ്. ഹല്ലേലൂയ, നമുക്കിവിടെ നിലനിൽക്കുന്ന നഗരമില്ല. നമ്മൾ ഇവിടെ ജീവിക്കുന്നത് സ്വർഗത്തിൽ ജീവിക്കാനുള്ള ട്രെയിനിങ് ആണ്. നിങ്ങൾക്കറിയാം, ആസ്ട്രോനോട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, മൂണിലൊക്കെ പോകുന്നതിന് മുമ്പ്, ബഹിരാകാശ സഞ്ചാരികൾ മൂണിൽ പോകുന്നതിന് മുമ്പ് അവരെ മാസങ്ങൾ വർഷങ്ങൾ ട്രെയിൻ ചെയ്തു. ഇവിടെ പരിചരിച്ച് മൂണിൽ ചെന്ന് അവിടുത്തെ അട്രാക്ഷൻ ഡിഫറെന്റാ. അവിടുത്തെ മൂണിലേക്കൊരു അട്രാക്ഷൻ ഉള്ള ഗ്രാവിറ്റി ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ അവർ ശ്രമിക്കും. ഇവിടെ അതെല്ലാം ട്രെയിൻ ചെയ്ത് മാസങ്ങൾ വർഷങ്ങൾ ട്രെയിൻ ചെയ്തല്ല മൂണിലോട്ട് പോയി ലാൻഡ് ചെയ്യുന്നത്. അതുപോലെ പ്രിയ ദൈവജനമേ, കർത്താവിനോട് ഒരുമിച്ച് സ്വർഗത്തിൽ വസിക്കുന്ന നാം, we should be trained properly in this world. ഈ ലോകത്തിൽ അതാ കർത്താവിന് വേണ്ടി നിങ്ങൾ ലോകത്തിന് അനുരൂപരായി തീരരുത്. You are not to live in this world according to the world standard. ഈ ലോകത്തിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ജീവിക്കുവാൻ അർഹതയില്ല. നീ സ്വർഗീയനാണ്. You are living in this world for a few days, few hours, only for a training to live in eternity. Praise God. നിത്യതയിൽ ജീവിക്കാനുള്ള ട്രെയിനിങ് ഇവിടെ. ഈ ട്രെയിനിങ്ങിൽ നീ ജയിച്ചില്ല എങ്കിൽ നിത്യതയ്ക്ക് പോകാനൊക്കത്തില്ല. ആസ്ട്രോനോട്ടിനെ ട്രെയിൻ ചെയ്യുന്നത് പോലെ സ്വർഗത്തിൽ പോയി താമസിക്കുവാൻ you are being trained here. അപ്പോസ്തലൻ പറയുക, നമ്മുടെ പൗരത്വം ഇവിടെ, our citizenship is not in this world. We are the citizens of heaven. നമ്മുടെ നോട്ട് എപ്പോഴും, നമ്മുടെ ഫോക്കസ്, our focus should be towards heaven. Every aspect of our life. Praise God. അവിടെ നിന്ന് കർത്താവായ യേശു രക്ഷിതാവായി വരുമെന്ന് ഞാൻ കാത്തിരിക്കുന്നു. എന്നെ ചേർക്കുവാൻ, തന്റെ മക്കളെ ചേർക്കുവാൻ, വിശുദ്ധിയോടെ ജീവിക്കുന്നവരെ ചേർക്കുവാൻ ഹല്ലേലൂയ, രണ്ടാമതും പ്രത്യക്ഷനാകും.
നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. എന്നിൽ വിശ്വസിപ്പിൻ, എന്റെ പിതാവിനെ വിശ്വസിപ്പിൻ. ഞാൻ നിങ്ങൾക്കൊരു സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ ഒരുക്കിയ സ്ഥലം കംപ്ലീറ്റ് ആവുമ്പോൾ ഞാൻ വരും, നിങ്ങളെ എന്റെ കൂടെ ചേർത്തുകൊള്ളും. നമുക്ക് വേണ്ടി അവൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തിന്റെ കംപ്ലീഷൻ ആയില്ല. എപ്പം കംപ്ലീഷൻ ആകുമോ അപ്പോഴവൻ വരും. ഹല്ലേലൂയ. നമ്മുടെ പൗരത്വം വിടല്ല പ്രിയപ്പെട്ടവരെ. We are strangers and pilgrims in this world. ഈ ലോകം നമുക്ക് യോഗ്യമല്ല. എന്റെ നാഥൻ യോഗ്യമല്ലാത്ത ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ലോകത്തിൽ നാഥൻ കാണിച്ച മാതൃക പ്രകാരം നമ്മുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ പ്രിയപ്പെട്ടവരെ. നമുക്ക് വേണ്ടി ഒരുവൻ വരുന്നുണ്ട്. അവന് വേണ്ടി പ്രത്യാശയോടെ കാത്തിരിക്കാം. അവസാനത്തെ വാക്യം, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിവുള്ള തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കി അവൻ രൂപാന്തരപ്പെടുത്തും. ഇന്ന് നമ്മുടെ ശരീരത്തിൽ താഴ്ചയുള്ളതാണ്, രോഗമുള്ളതാണ്, വേദനകളുള്ളതാണ്, പ്രശ്നങ്ങളുള്ള ശരീരമാണ്. Oh, it is a mortal body. He is going to renew, transform our body to immortal. Hallelujah. കാഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് രൂപാന്തരപ്പെടുത്തുന്ന ഒരു ദിവസമുണ്ട്. അതിനുവേണ്ടി നമുക്ക് പ്രത്യാശയോടെ കാത്തിരിക്കാം. അതിനുവേണ്ടി ഓരോ ദിവസം വിശുദ്ധിയോടെ നമ്മുടെ ജീവിതം മുൻപോട്ട് നയിപ്പാം. ഒരു ശക്തിയും അവന്റെ സ്നേഹത്തിൽ നമ്മൾ വേർതിരിക്കാൻ കഴിയാതെ വണ്ണം അനുദിനം അവന്റെ സ്നേഹത്തിൽ നമുക്ക് വർദ്ധിച്ചു വരാം പ്രിയപ്പെട്ടവരെ. ഒരുത്തനും ഒരു ശക്തിക്കും, അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ക്രിസ്തുയേശുവിന്റെ സ്നേഹത്തിന്റെ വേർതിരിക്കുവാൻ ആർക്ക് കഴിയും? എന്റെ യേശുവിന്റെ സ്നേഹത്തിൽ നിന്നെ വേർതിരിക്കുവാൻ ആർക്ക് കഴിയും? കഷ്ടതയോ പട്ടിണിയോ സങ്കടമോ വാളോ എന്തു വന്നാലും എന്റെ നാഥന്റെ സ്നേഹത്തിൽ നിന്നെ വേർതിരിക്കുവാൻ കഴിയില്ല എന്ന് ഉറച്ചിരിക്കുന്നു. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാഥന്റെ സ്നേഹത്തിന് അനുദിനം വളർന്നു വരുവാൻ കർത്താവ് നമ്മളെ ഒരുക്കട്ടെ. അതുകൊണ്ടാണ് 4-ാം അധ്യായത്തിൽ പറയുന്നത്, അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽപ്പീൻ. ഈ രാവിലെ സമയം രാത്രികാലം എനിക്ക് നിങ്ങളെ ഓർപ്പിച്ചുണർത്തുവാൻ ആഗ്രഹിക്കുന്നത്, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ. ലോകത്തിലേക്ക് പോകാതെ, ലോകത്തിന്റെ മകളിലേക്ക് പോകാതെ വിശ്വാസത്തിൽ നിലനിൽപ്പീൻ. Let us live a life which is compatible with the life of Jesus. Let us live a life which is compatible with the life of Jesus. ഓരോ ദിവസവും നാഥന്റെ സ്നേഹത്തിൽ വളർന്ന് അവന്റെ ഹിതമിന്നം തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതയാത്ര മുൻപോട്ട് നയിപ്പാൻ കർത്താവ് നമ്മളെ ഒരുക്കട്ടെ. ഈ ദിവസങ്ങളിൽ ഒന്നിൽ കാഹളം ധ്വനിക്കും. മരിച്ചവർ, ക്രിസ്തുവിൽ മരിച്ചവർ അക്ഷരായി ഉയർത്തപ്പെടും. ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരം പ്രാപിച്ച് കർത്താവിനോട് ഒന്നിച്ച് വസിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. എനിക്ക് അവസരം ഒരുക്കി തന്ന പ്രിയപ്പെട്ടവരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകാൽ ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്നതായ പ്രിയ സഹോദരി സൂസൻ വർഗീസിനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് പ്രിയപ്പെട്ട ദാസിക്ക് കൊടുത്ത കൺസേണിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രായത്തിലും ഇങ്ങനെ ഒരു പ്രയർ ലൈൻ ഓർഗനൈസ് ചെയ്യുവാനും അത് നടത്തുവാനും ദാസി കർത്താവ് ഉപയോഗിക്കുന്നു. ഓർത്ത് സ്തോത്രം. മേ ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ഇവിടെ കടന്നു വന്ന എല്ലാവരെയും ദൈവം വാസ്തവിക്കട്ടെ. I bless everyone in the name of Father, Son and the Holy Spirit. May God bless all of you. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.